നമ്മുടെ 2 ദിവസം ഞാൻ പറഞ്ഞില്ലേ മഴയില്ലാന്ന്. ഇപ്പം അതാ മഴ ആർത്തൊലിച്ച് പെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ആർത്തലച്ച് പെയ്യട്ടെ അല്ലേ. അപ്പോഴേക്ക് മഴ പെയ്യണതിൻ്റെ മുമ്പേക്ക് ഒരു സാധനം എടുത്ത് വയ്ക്കാണ്ടേ, അതൊന്നും എടുത്ത് വയ്ക്കട്ടെ. അയ്യോ അയ്യോ. അപ്പം ഇന്ന് മക്കളൊക്കെ സ്കൂളിൽ പോയി. നമ്മുടെ ഉച്ചത്തെ തിരക്കുകൾ കേട്ടോ. മക്കൾ പോയി കഴിഞ്ഞ് ഇട്ടല്ലേ നമ്മൾ തുടയ്ക്കുകയൊക്കെ ചെയ്യുക. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ നമുക്ക് ചെയ്യാം. സുകന്യേ മീന് ഈ കാവില്ലേ തുടച്ച് ഇപ്പോൾ കളർ വരാൻ തുടങ്ങി കേട്ടോ. ഇവിടെ രാവിലെ തുടച്ചാണ് ഇപ്പോൾ ഉള്ളത്തുണ്ട്. കഷ്ടകാലം പിടിച്ചു. മഴ പെയ്യുമ്പോഴേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങോട്ട് പെയ്യും മഴ. എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു. ബിസ്ക്കറ്റ് തിന്നാൻ തോന്നുന്നു. മുറുക്ക് തിന്നാൻ തോന്നുന്നു. നമ്മളെ ഇതാ ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി വേഗം കൂട്ടാൻ വയ്ക്കാനുള്ളത് മഞ്ഞപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി എന്താണ് ഇന്നലെ പുഴമീൻ കൊണ്ടുവന്നു കേട്ടോ. പുഴമീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൂട്ടാൻ വെച്ചാൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. പരലും അല്ല, കുറച്ച് വലിപ്പമുള്ളൊരു മീൻ. പക്ഷെ അത് മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇന്നലെ കിച്ചൂട്ടനൊക്കെ അല്ലേ വെറും ഒരു മുട്ട മാത്രം പൊരിച്ചിട്ട് ചോറുണ്ട്. നല്ല വൈകുന്നേരത്ത് തന്നെ വെച്ചിട്ടോ. അനിയന് ചോറ് കൊണ്ടുകൊണ്ടേ വിചാരിച്ചിട്ട് ഒന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ ഉമ്മർത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല പറഞ്ഞിട്ടിരിക്കുന്നു. കണ്ടില്ലേ നമ്മുടെ മത്തൻ്റെ ഇല. അപ്പം ഞാൻ വിചാരിച്ചു മത്തൻ്റെ ഇലയും ചക്കക്കുരും പാടെ കൂട്ടാനും വയ്ക്കുക, ഉണക്കമാന്തൾ വറക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പരിപാടി അതിൽ അവിടെ പോയി പറിക്കട്ടെ കേട്ടോ. ഇത് കൂടെ എപ്പോഴും നമുക്ക് പറിക്കാൻ പറ്റുന്നല്ലേ. എന്താ പപ്പുവോ, മഴ വരുന്നുണ്ട്. ഇത് കൂടെ ഇഷ്ടം പോലെ ചൊറിയണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതും ഇനി നമുക്ക് ആ കർക്കിടക മാസമൊക്കെ അല്ലേ വരുന്നത്. ഇല നുള്ളിയാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ മത്ത ഉണ്ടാവുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ച് ചവിട്ടിയിട്ടില്ലെങ്കിലേ വള്ളിയിൽ ചവിട്ടിയാൽ പിന്നെ ആ വള്ളി ഉണ്ടാവില്ല. ഇത് പരിപ്പിട്ടിട്ടും ഒക്കെ വെച്ചാൽ നല്ല രസമാണ്. അത് ആ ഭാഗത്തേക്കൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. പൂവ് ചില ആൾക്കാർ പറയും പൂവ് വയ്ക്കാൻ പറ്റും, പൂവ് നല്ലതാണെന്ന്. നമ്മൾ പൂവ് വെച്ച് നോക്കിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതാവുമ്പോൾ പിന്നെ എന്താണെന്നറിയോ, ആർക്കും ഒരു കുഴപ്പമില്ല. മഴ തുള്ളിയിടാൻ തുടങ്ങി കേട്ടോ. ഇത് നമ്മളിതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തപ്പോഴേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നേ. തേങ്ങ, അതേപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് ജീരകം നമ്മൾ ഇതിക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇതാവുമ്പോൾ നമ്മുടെ കിച്ചൂട്ടനില്ലേ ഇങ്ങനെ കറികളൊക്കെ ചെയ്യുമ്പോൾ, മോരിക്കൂട്ടാൻ ഇങ്ങനത്തെ കറികളാകുമ്പോൾ അവന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലെങ്കിലില്ലേ ഒരു തരത്തിലും അടുപ്പിക്കില്ല അല്ലേ സുകന്യ? ഇതെന്തിനോ എന്നാ ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യും, ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യില്ല. എന്താണ് കുട്ടികളുടെയൊക്കെ ഒരു ഇത് പറഞ്ഞിട്ടാ. എന്നാലും അച്ചു അല്ലെങ്കിൽ മീൻ കഴിക്കണതാ. അച്ചു പുഴമീനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് അച്ചുവിന് വേണ്ട. ഇപ്പം കാണുമ്പോൾ തോന്നും. ഇത് അരപ്പ് ഇടുന്നതിൻ്റെ മുമ്പേ മത്തൻ്റെ ഇല ഇട്ടിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനില്ലേ അപ്പോഴേക്കൊരു ഫോൺ വന്നു കേട്ടോ. അപ്പോൾ ആ ഫോണിൽ ശ്രദ്ധിച്ചിട്ട് വേഗം അരപ്പാട് എടുത്ത് വെച്ച്. നല്ല ശ്രദ്ധ ഫോണിക്ക് പോയി ചേട്ടാ. ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ മീനരൊക്കെ ആയിരുന്നു എന്താ ആലോചിക്കുന്നത്. വേണ്ട, മത്തൻ്റെ ഇല കുറച്ചേ വെച്ചിട്ടുള്ളൂ, തോനെ വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഏട്ടനും അനിയനും ഉള്ള സാധനം അവിടെ 2 ദിവസത്തേക്കുള്ളത് ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇല്ലേ സുകന്യ?
ഒരു മാസത്തേക്കല്ല, ഇന്നേക്കും ഉണ്ടാവും, നാളെ ഉച്ചവരെ. മിഞ്ഞാന്നല്ല കേട്ടോ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേപോലെ പഴംപരല് കിട്ടിയപ്പോൾ പുളി വെച്ചിട്ട് ആകെ എത്ര കൂട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഒരു കുപ്പിയിൽ ചോറ് കൊണ്ട് അനിയൻ ചോറ് പണിക്ക് പോയതാണ്. കുപ്പിയില് കറി കൊണ്ടേതാ കൊറച്ച്. ഞാന് ഇവരൊരാളല്ലേ ഉള്ളൂ, അപ്പൊ മീൻ കൂട്ടാനല്ലേ, ഞാനിപ്പോ അത് വെച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കുറച്ചേ ഉള്ളൂ, അത് മൊത്തം അതിലാക്കി. അത് അങ്ങതേ വണ്ടി കൊണ്ടു കുറച്ചെടുത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെന്ത് കൂട്ടാൻ കൂട്ടില്ല, എനിക്ക് വേണ്ടതിൽ എടുക്കാൻ പറ്റുമോ, അത് ഇത് മൊത്തം ഉണ്ട് മൊത്തം അയക്കാൻ പറ്റും ചോറിലിത്. എന്നിട്ട് വൈകുന്നേരത്തെ ആരൊക്കെ കൂട്ടിയത്? ഇതാ ഇവര് രണ്ടാളും കൂട്ടി, ഞങ്ങളത് കൂട്ടിയില്ല. ഒരു തുള്ളി നാടൻ പരല് വെച്ച് കഴിഞ്ഞാലേ ഒരു തുള്ളി ഇവിടെ കളയില്ല കേട്ടോ. അത് എന്തോ ഒരു ഡിമാൻഡുള്ള ഒരു സാധനം നാടൻ പരല് വെച്ചിട്ട്. എൻ്റെ അപ്പോ എനിക്കാണ് പറഞ്ഞാൽ അത് കണ്ണിൻ്റെ ദൃഷ്ടി കണ്ടുകൂടാ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം അനിയായിട്ട് എപ്പോഴും പറയട്ടോ, പരലുണ്ടാക്കി കഴിഞ്ഞു വെച്ചാൽ തൊണ്ടുമുഖറും കാണണം, പരല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൊണ്ടുമുഖറും കാണണം, തൊണ്ടുമുഖറും കാണണം പറഞ്ഞു. അവൻ ഞാൻ വിചാരിച്ചു ഇനി തൊണ്ടുമുഖറും കാണുകയാണ് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്തിനാ തിന്നാതിരിക്കണേ, നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല എന്നല്ലേ പറയുന്നത്. ഞാൻ 2 കിലോ ഇരുന്നുണ്ടാക്കി നേരേക്ക് അത് പുളി വെച്ച് ഇനി പറയില്ലല്ലോ തൊണ്ടുമുഖറെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ കൊണ്ടുവന്നോളി, ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇത് കേൾക്കണ്ടേ നമുക്ക്. എന്താ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൾ കുറേ സാധനങ്ങൾ കഴിക്കില്ല. അത് കാരണം അവളുടെ ഭർത്താവും ആ സാധനങ്ങളൊന്നും കഴിക്കില്ല അത്രേ. അവൾ കഴിക്കാത്തൊക്കെ അവളുടെ കെട്ടിയവനെ നിർത്തിയെന്ന്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അനിയേട്ടൻ എടുത്ത് പറഞ്ഞപ്പോൾ അനിയേട്ടൻ പറയാം പോയി പണിയൊക്കെ പറയാം, ഞാനൊന്നും നിർത്തില്ല. ഞാൻ പറഞ്ഞേ കണ്ടോ അവര് കണ്ടോ എന്തോ ഒരു സ്നേഹം കണ്ടു. എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഞാനിങ്ങനെ പറയും ഉണക്കമീനാണ് പറഞ്ഞാൽ കുഴപ്പമില്ല, ഉണക്കമീൻ നീ തിന്നില്ല പറഞ്ഞിട്ട് എനിക്ക് തിന്നാതിരിക്കാൻ പറ്റുമോ? അതേപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളിങ്ങനെ പറയാച്ചാൽ പറയും നിനക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഞാനത് ചെയ്യാതിരിക്കണോ ചോദിക്കും. അപ്പോൾ ശരിയാണ് പറയുന്നത്, പക്ഷെ നമുക്കെന്നാലും ഒരു ചെറുതായിട്ടിങ്ങനെ ഞണ്ടൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ ഞണ്ട് കൂന്തൾ ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ചില സാധനങ്ങളൊന്നും വീഡിയോയിൽ ഉണ്ടാക്കണതൊന്നും നമ്മൾ കഴിക്കുകയൊന്നും ചെയ്യാത്ത സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നീ എന്താ വെച്ചാൽ അത് വീഡിയോയിൽ കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതൊരു നെഗറ്റീവ് വരുമോ, അല്ലെങ്കിൽ അങ്ങനെ നീ അതിന് പറയുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതെങ്കിലും എന്തെങ്കിലും കാണിക്കും. പക്ഷേ എന്താ അച്ചുട്ടി എല്ലാ സാധനവും കഴിക്കും. അമ്മുട്ടിയാണ് കേട്ടോ പന്നി കഴിക്കില്ല, ബീഫാണ് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ എല്ലുള്ള ഭാഗമല്ല, അവൾക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ വേണം, നല്ല ബലത്തിൽ കിട്ടുന്ന പീസുകൾ മാത്രമേ അവൾ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്നിട്ട് പറയും എൻ്റെ പോലെ ആവണ്ടാട്ടമ്മോ, നിങ്ങളെല്ലാം കഴിച്ച് ശീലമായിക്കോളി, എൻ്റെ പോലെ ആയിക്കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പം ആശുപത്രിയിൽ പോയി കഴിഞ്ഞു വെച്ചാൽ ബ്ലഡ് ഇല്ല, വിറ്റാമിൻ സാധനങ്ങളൊന്നുമില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോയി കഴിഞ്ഞാൽ 1 മാസത്തേക്ക് മരുന്ന് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ അന്തം വിടും. കുളിക്കുക കാക്ക കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാലേ കാക്കപ്പുള്ളി ഉണ്ടാവും, കാക്കക്കുളി കാണാൻ പാടില്ല എന്ന് പറയും. കിളികൾ ഒന്നും തോന്നില്ല, സന്തോഷം. ഇന്ന് നമ്മൾ വയറ് നിറച്ച് ചോറിനു അല്ലേ. ചാത്തപ്പൻ എന്താ പപ്പുവിന്റെ കൂടിന്റെ മുമ്പിൽ പോയി പറയില്ല. നമുക്ക് കടുക് വേണമെങ്കിൽ താളിക്കാം കേട്ടോ. ഞാൻ എന്താ എനിക്കിഷ്ടമല്ല ഇലക്കറികളിൽ താളിക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മ എന്താ പച്ചവെളിച്ചെണ്ണ മാത്രം താളിക്കൊക്കെ ചെയ്യും കേട്ടോ. ഏട്ടൻ്റെ അമ്മ കടുക് താളിക്കും. ഏട്ടൻ്റെ അമ്മ കൂട്ടാൻ വെക്കുമ്പോൾ ചീരയും മുരിങ്ങയൊക്കെ കൂട്ടാൻ വെക്കുമ്പോൾ കടുക് താളിക്കും കേട്ടോ. ഞാൻ മാത്രം എൻ്റെ വീട്ടിൽ ഇതേപോലെ എൻ്റെ അമ്മ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ. ഇനിയിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, പക്ഷേ എനിക്കത് നമുക്ക് ശീലിച്ചിട്ട് നമുക്കതിനോടൊരു പ്രത്യേക ഇഷ്ടം. അതാണ്ടോ ഇതില്ലേ ഉള്ളിമുളക് അരച്ചിട്ട് എന്താ വറ്റിച്ചാലും താളിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ രസമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? വെക്കാത്തവരൊന്ന് വെച്ച് നോക്കി നോക്കൂ കേട്ടോ, നല്ലതാണ്. പരിപ്പിട്ടിട്ടും വെക്കുക, അതേപോലെ തന്നെ ചക്കക്കുരു ഇട്ടിട്ട് വെക്കുക, മുതിര ഇട്ടിട്ട് വെക്കുക. മത്തൻ്റെ ഇലയിൽ കൂടെ ചക്കക്കുരു മാങ്ങി. ഞാൻ ചക്കക്കുരു മത്തൻ്റെ ഇലയുടെ പറയുമ്പോ നീ ചക്കക്കുരു മാങ്ങിയും പറഞ്ഞാലോ? മാങ്ങാന്നെ പറഞ്ഞു, ചക്കക്കുരു മാങ്ങാന്നല്ല പറഞ്ഞു. തേങ്ങ അതിലിട്ടിരിക്കണ് കണ്ടില്ല കണ്ടില്ല. ചാത്തപ്പാ അതാ കുളിക്ക് നോക്കിയിട്ട്. ഇനി ഇവര് കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം ഉണ്ടാണോ? ചിലവര് പറയും നമ്മളെല്ലാരും കണ്ടു, ദോഷം ഉണ്ടെങ്കിൽ ദോഷം വരും നമ്മുടെ പിന്നാലെ. എന്ത് ദോഷം ഉണ്ടാവാ, കിളിയല്ലേ ഇപ്പൊ പറയും ഞാൻ അന്ധവിശ്വാസിയാണ്. അല്ല വെറുതെ പറയട്ടോ. മാന്തൾ
ഉണക്കമാന്തൽ എന്നിട്ടതാ ആ കനാലിക്ക് ഇറങ്ങും മക്കളെ, അവിടെ ഉണ്ടാവും ഇപ്പൊ വെള്ളം. കുണ്ടില് ഇഷ്ടമാതിരി ഉണ്ടാവും. ഇഷ്ടമാതിരി ഉണ്ടാവില്ല, മഴ ഇപ്പം ചാടിപ്പോയില്ല, അതുണ്ടാവും. എൻ്റെ തിരുമ്പൽ കഴിഞ്ഞു. എനിക്ക് എന്താ പണിയെന്നറിയോ? കുറേ തുണികൾ മടക്കി വയ്ക്കാണ്ട്. എൻ്റെ അപ്പോൾ ആകെ ഇഷ്ടമില്ലാത്തൊരു പണി ഏതാണെന്നറിയോ? പാത്രം കഴുകൽ. ബാക്കി എല്ലാ പണിക്കും ഇഷ്ടം കേട്ടോ. പാത്രം കഴുകണത് എനിക്ക് തീരെ പിടിക്കില്ല. പോവേയില്ല, സമയം പോവേയില്ല. അത് മാത്രമൊന്നുമല്ല, കയ്യിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം ഈ കരിയാക്കിയിട്ട് ചളിയാവുകയും ചെയ്യും. സമ്മതിക്കണല്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ ഇടും. ചിലപ്പോ ചളികൾ അത് ആസിഡ് ഉപയോഗിച്ച് ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? പാത്രം കഴുകിയിട്ട് കഴിഞ്ഞിട്ട് ആസിഡ് ഉപയോഗിച്ച് ചളിയായില്ലോ നമ്മുടെ നഖം ദ്രവിച്ചു പോകും. നമുക്ക് ആസിഡ് ഞാൻ പറയുന്നില്ല. കാലുണ്ടോ? കാലത്ത് ഞാൻ വന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്താ കാലിനകം ദ്രവിച്ച് ഒരു സൈഡ് പോയി. സാധ്യതയോടെ അത് ചളി പോണത് പഠിച്ചു വെച്ചു, ഞാനത് ഉപയോഗിച്ചു. എൻ്റെ കാലേ നല്ല നീളമുള്ള കാലാട്ടോ. എൻ്റെ പോലെ തന്നെ നീളമുള്ളതാണ് എൻ്റെ കാലിലേട്ടാ. എന്താ എപ്പോഴും എൻ്റെ അമ്മ എപ്പോഴും പറയും പെൺകുട്ടികളുടെ കാല് വൃത്തി വേണത്രേ. എപ്പോഴും അങ്ങനെയല്ല, പെൺകുട്ടികളുടെ നമ്മൾ എന്താ ഉപ്പുറ്റിയും കാലും വൃത്തി വേണം. അവര് എന്താ എങ്ങനെ പോയാലും നല്ല വൃത്തിയുള്ളവരായിരിക്കും എന്നൊക്കെ പറയട്ടോ. ഞാൻ കല്ലിലിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ആദ്യം നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ മടിയാവില്ലേ? അപ്പം അമ്മ പറയും അമ്മമാരോട് സ്നേഹം ഉണ്ടെങ്കിൽ കാലിലൊക്കെ നല്ല വൃത്തി ഉണ്ടാവും, ഉപ്പുറ്റിയൊക്കെ നല്ല വൃത്തി ഉണ്ടാവും. ഉരയ്ക്കും കല്ലിലിട്ടിട്ട്. ഇപ്പോൾ കുളിറൂമിൽ നമ്മളിവിടെ കുളിറൂമിൻ്റെ ഉള്ളിൽ കല്ല് വാങ്ങിയിട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അത് എല്ലാവരും കുറേ കഴിഞ്ഞിട്ടാണ് പറഞ്ഞു. ടൈല് വാങ്ങണ കടയിലുണ്ടാവും ഇത്ര ആ കല്ല് ചെറുത് കല്ല് കാലൊരയ്ക്കാനുള്ളത്. രണ്ടുപേരും ഏട്ടനെ അനിയനെ വലിയടയ്ക്ക് പോവൊക്കെ ചെയ്തു. പക്ഷെ അത് മാത്രം വാങ്ങിയില്ല. മുടിയുടെ കളറോ? ഇതില് ഇപ്പത്തെ മുളകില്ലേ എൻ്റെ അമ്മ എമ്മാതിരി എരിവാ. നല്ല എരിവ്. തുള്ളി ഇട്ടാൽ മതി. എമ്പോ എരിഞ്ഞിട്ട് എന്ത് മുളകാണാവോ? ആദ്യമായിട്ടാട്ടോ. കുറച്ചിട്ടാ മതിയല്ലോ. എരിയാത്തതിന് ഒരു പറ കൊട്ടിട്ടെന്താ കാര്യം? പക്ഷെ കളറ് കാണില്ലേ? കാണുമ്പോ വെള്ള കളർ പോലല്ലേ? കടയിൽ നിന്ന് വാങ്ങിയതും എന്താ ഞാന് മറ്റേ സാധനം വാങ്ങിട്ടാ മതി. ഏത്? കാശ്മീരി മുളകോ? ചീനി മുളകല്ല, കളർ വരുത്താനുള്ള മുളക്. കാശ്മീരി മുളകേ. അതൊരു തുള്ള അത് ഇട്ടാ മതി. അങ്ങനെ ചെയ്യാം. എന്താ മാന്തൽ കറി? വെളിച്ചെണ്ണയിലിട്ടോ വറുത്തെടുക്കുന്നത്. മണം വേറെ വരുന്നുണ്ട് വെളിച്ചെണ്ണയിലാവുകൊണ്ട് അതിൻ്റെ മണം വേറെ അറിയുന്നുണ്ട്. ചെറിയുള്ളി ചതച്ചിട്ട നല്ലൊരു മണം ഉണ്ടാവുക. ഞാൻ എന്നാ ചതച്ചിട്ടില്ല, ഇന്നങ്ങനെ മതി വിചാരിച്ചു. അങ്ങനെ മതി. ചുക്കുവെള്ളം വെക്കണം. പിന്നല്ലേ പയറുപ്പേരി, രാവിലെ പയറുപ്പേരി ഉണ്ടാക്കി. മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ഇതും വറുത്തതുണ്ട്, ഈ കറി ഉണ്ട്. ഇന്ന് കുശാലാണ് അല്ലേ? കുറച്ച് തൈരും കൂടി വേണ്ടതാണ്. വേണ്ടേ? വേണ്ട, നാളെ മതി. എല്ലാതും ഒപ്പായാലേ ശരിയാവില്ല. നമ്മൾ ദിക്കില്ലേ ഉള്ളി ഇടുട്ടോ. അതാണ്ട വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. മീനായി. പാലേ തിളയ്ക്കാൻ വെച്ചതാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് വരുമ്പോഴേക്കും ചായ വെക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് പാൽ തിളപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരും. അച്ചുട്ടിക്ക് എന്താ പ്രശ്നം? എന്താ അല്ലെങ്കിൽ എന്താ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും തിരക്കിലാണോ പറഞ്ഞാൽ ചായയിലേ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ പ്രശ്നമാണോ തീരെ? ആയിലേ ചോദിക്കും. പിന്നെ ഇന്ന് നിലക്കടലയും അരിയും ഒക്കെ പാടിട്ടിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അതുണ്ടാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കായി. ഇന്നലെ പഴച്ചക്കയല്ലേ, ഏട്ടൻ പറഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും പഴച്ചക്ക, എടുത്ത് വെക്കുക പറഞ്ഞു കേട്ടോ. പഴച്ചക്ക ഇങ്ങോട്ട് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ കുട്ടികളില്ലേ അത്
പ്ലീന്നാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട ബലമില്ലാത്തത്. കുട്ടികൾക്ക് അറിയണ്ടേ ചക്ക എന്താ പഴച്ചക്ക ആ എന്താ. കുട്ടികൾ പറയും ഞങ്ങൾക്ക് എന്താ ഇത് കിട്ടാത്ത സാധനം കേട്ടോ സംഭവം. അപ്പോൾ അത് അവർ കഴിച്ചോട്ടെ പറയുമ്പോൾ ഇത് വായിലെ കൊട്ടാണ്, ഇത് വേണ്ടാന്ന്. മറ്റേ ചക്കയെന്ന് വെച്ചാൽ കുഴപ്പമില്ലാന്ന്. ആ പഴച്ചക്ക അങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതെടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, അരച്ച് ഇട്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളുടെ അവിടെ നമുക്കാണ് ചക്കയും പഴച്ചക്ക, കുട്ടികൾക്ക് എന്ത് ചക്കയും പഴച്ചക്ക. ചക്കയും വേണ്ട മാങ്ങയും വേണ്ടാത്തവർക്ക് പഴച്ചക്ക എന്താ മനസ്സിലാവുന്നത്. അത് ശരിയാ. നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ള് മത്തൻ്റെ വള്ളി പടർന്നിട്ടേ ഫുൾ സ്ഥലം പച്ചപ്പൂ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുക കേട്ടോ. അത് പാല് തിളച്ചു വന്നു. ഇനി ഇതങ്ങോട്ട് കൊണ്ടേ വെക്കട്ടെ, ചോറ് അവിടെയാണ് കഴിക്കട്ടെ. വെറുതെ വിശക്കണം. പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ, പാത്രം കഴുകണം. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു, അടിക്കൽ തുടയ്ക്കൽ പറഞ്ഞ പോലെ. ഇനി തുണി തിരുമ്പിയത് പിഴിഞ്ഞിടാണ്ട്, അതൊന്ന് പിഴിഞ്ഞിട്ടുണ്ടതാ. മഴ പെയ്യണ പോലെ കാലാവസ്ഥയെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വെയിൽ വന്നു. ചുക്കുവെള്ളത്തിൻ്റെ ഇത് അങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പണിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷം നാളെ കാണാം കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.